എല്ലാവർക്കും നമസ്കാരം. സച്ചിതം ഫോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ലൊക്കേഷനിലേക്കാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശുദ്ധവായു ശ്വസിച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെയില്ല. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഒരുപാട് മലയാള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇതിനൊക്കെ ഒരു പൊതുവായ പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പാലക്കാടൻ ഗ്രാമങ്ങൾ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി നമ്മുടെ ലോകത്തിൻ്റെ മുന്നിൽ വരച്ചു കാട്ടാൻ പാലക്കാടൻ ഗ്രാമങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൂടിയുള്ള ഒരു തിരിച്ചുപോക്കാണ് ഇത്തരം കാഴ്ചകൾ. അത്തരത്തിൽ ഗ്രാമീണ ഭംഗിയുടെ മാത്രം പേരിൽ പേരെടുത്ത ഒരിടം നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അത് വേറെ എങ്ങുമല്ല, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്. ഇന്ന് ഗ്രാമഭംഗി ആസ്വദിക്കാനും കേരളത്തിൻ്റെ യഥാർത്ഥ ഗ്രാമീണ കാഴ്ചകൾ അറിയാനും ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഇടമാണ് പാലക്കാട് ജില്ലയിലെ ഈ കൊച്ചു ഗ്രാമം. യഥാർത്ഥ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലാണ് ഈ ഗ്രാമം. കൊല്ലങ്കോട്ടേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ആദ്യം എത്തിപ്പെട്ടത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അതിൽ ഞങ്ങൾക്കൊരു അട്രാക്ഷനായിട്ട് തോന്നിയത് വഴിക്കിരുവശവും കാണുന്ന നെൽപ്പാടങ്ങളായിരുന്നു. ചെറിയ കാറ്റടിക്കുമ്പോൾ ഈ ഞാറുകളൊക്കെ അങ്ങനെ ആടുന്ന കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയായിരുന്നു. പാലക്കാട്ടെ നെല്ലിയാമ്പതി എന്ന് പറയുന്ന പ്രദേശത്താണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഉള്ളത്. ഈ വെള്ളച്ചാട്ടത്തിന് ഈ പേര് വരാൻ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് വനവാസ കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ക്ഷീണിതരായിട്ട് ഈ മലമ്പ്രദേശത്ത് എത്തിച്ചേരുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യാൻ ശ്രീരാമൻ തൊട്ടടുത്ത അരുവി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ അരുവിയിൽ സീതാദേവി കുളിക്കുകയും ചെയ്തു. പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ സീതയാർകുണ്ട് എന്ന് ലോപിച്ച് സീതാർകുണ്ട് എന്നായി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും അവിടുത്തെ ആദിവാസികളും ജനങ്ങളും സീതാദേവിയെ സങ്കല്പിച്ച് പൂജകൾ ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ഇതിന് മുമ്പ് പോയ വെള്ളച്ചാട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അത്ര ഒരു കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നില്ല. പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഒലിച്ചു വരുന്ന ആ വെള്ളത്തിൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. തണുത്ത ആ വെള്ളത്തിൽ കൂടെ ഞങ്ങൾ കുറച്ചു നേരം നടന്നു. ആ വെള്ളമെടുത്തൊന്ന് മുഖം കഴുകിയപ്പോൾ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു പ്രത്യേക ഉന്മേഷം കിട്ടിയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതിനുശേഷം ഞങ്ങൾ പോയത് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. പ്രകൃതി തന്നെ ഒരു ആരാധനാമൂർത്തിയായിട്ട് നിലകൊള്ളുന്ന ആത്മീയ ഭൂമിയായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. ജാതിമത ഭേദമില്ലാതെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നതായിട്ടാണ് ഞങ്ങൾ കേട്ടത്. വീടുപണി തടസ്സമില്ലാതെ നടക്കാനായിട്ട് വീടുകളുടെയും കുട്ടികളില്ലാത്തവർ തൊട്ടിലുകളുടെ രൂപവും ഒക്കെ അവിടെയുള്ള ആൽമരത്തിൽ പലയിടത്തായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. കോഴിയെയോ ആടിനെയോ കുരുതി കൊടുത്ത് തൊട്ടടുത്ത സ്ഥലത്ത് അടുപ്പ് കൂട്ടി ചോറും കറിയും വെച്ച് മൂർത്തിക്ക് നേദിച്ച് തൊഴുത് അനുഗ്രഹം വാങ്ങുന്നതാണ് രീതി. കളിയാട്ടം, കുഞ്ഞിരാമായണം, ശശിയും ശകുന്തളയും അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. വഴിയിൽ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു. കൊല്ലങ്കോട്ടെ ഗ്രാമത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അവിടെയുള്ള നെൽപ്പാടങ്ങളും അതിനോട് ചേർന്നുള്ള കളപ്പുരയുമാണ്. പാകമായ നെല്ല് കൊയ്ത് അത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ഈ കളപ്പുര എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. കളപ്പുരയോട് ചേർന്ന് തന്നെ ഒരു നാടൻ ഭക്ഷണശാലയുണ്ടായിരുന്നു. ക്ഷീണിച്ച് വരുന്നവർക്ക് അവിടെ നിന്ന് നാടൻ ഭക്ഷണം കഴിക്കാം. നെൽപ്പാടങ്ങൾ കൂടാതെ തന്നെ മാവിൻതോട്ടവും പപ്പായ കൃഷിയും പയർ കൃഷിയും ഒക്കെ ഇവിടെയുണ്ട്.
ശരിക്കും നമുക്ക് കണ്ട് കൊതി തീരാത്ത ഒരു സ്ഥലമാണ് കൊല്ലങ്കോട് എന്ന് പറയുന്നത്.